ഹായ് ഗൈസ്, ഞങ്ങളിന്ന് വേവ് ലാൻഡ് പോവാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ നിന്ന് 300 മീറ്ററാണ് ഈ വേവ് ലാൻഡിലേക്കുള്ളത്. ഇതിൻ്റെ രണ്ട് ഭാഗത്തും മുള കൊണ്ടുണ്ടാക്കിയ ഒരു കവാടൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഉപ്പിലിട്ട ഒരു ഷോപ്പാണ് കേട്ടോ. ആ ഒരു കൗണ്ടർ പിന്നെ ഗേൾസിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ മുകളിലുള്ള സെക്ഷനിലേക്ക് കയറിട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാർ റേസിങ് അങ്ങനെ ഒരുപാട് സംഭവം ഇവർ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ ഞങ്ങൾ താഴേക്ക് പോകുന്നു കേട്ടോ. ഇവിടെ ഒരു വഞ്ചി പോലുള്ളൊരു സംഭവമൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാണ്ടേ ഈ ഒരു സംഭവം ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു വേവ് ലാൻഡിക്ക് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 തവണ കേട്ടോ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ പ്രാവശ്യവും ഞങ്ങൾ കയറി. ഇവിടെ ഈ ഒരു റൈഡിന് അത്യാവശ്യം നല്ല ടൈമിങ് ഇവർ തരുന്നുണ്ട്. അതേപോലെ നല്ല സ്പീഡും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കുറച്ച് റൈഡുകൾ കുട്ടികൾക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളെ ഒരു ചെറിയൊരു സെക്ഷൻ തന്നെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കുറച്ച് ചെറിയ റൈഡുകളൊക്കെ ആയിട്ടുള്ള ഒരു സെക്ഷൻ. ഇതിലേക്ക് കയറാനും സെപ്പറേറ്റ് ക്യാഷ് വേണം കേട്ടോ. നമ്മൾ ഇവിടേക്ക് വരുന്ന എൻട്രി ഫീസ് 30 രൂപയാണ്. ഇപ്പോൾ നമ്മൾ പാക്കേജ് എടുത്താൽ എല്ലാ റൈഡിലും നമുക്ക് കയറാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തത്. എല്ലാ റൈഡിലും കയറണ്ടെന്ന് കരുതി, കാരണം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ സിപ്പ് ലൈന് സൈക്ലിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളതിൽ കയറിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ അവളെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ജസ്റ്റ് പോയിട്ട് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇവരുടെ ഈ വാട്ടർ തീം പാർക്ക് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും ഈ ഒരു പൂളാണ് കേട്ടോ. ഒരുപാട് സ്ലൈഡിങ്ങും കാര്യങ്ങളും ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ. ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ നമ്മളെ വേവ് ലാൻഡ്. നമ്മൾ ഒരു പ്രാവശ്യം പൂളിൽ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അടുത്ത തവണ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഫുഡ് ഐറ്റംസ് ഉള്ള ഒരുപാട് ഷോപ്പുകൾ, പിന്നെ നമുക്ക് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുള്ള ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ.